ഹായ് ഫ്രണ്ട്സ്, 2023 വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 7 മുതൽ ഓഗസ്റ്റ് 26 വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 2 വർഷത്തെ 15 പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളും 3 വർഷത്തെ ഒരു പാരാമെഡിക്കൽ ഡിപ്ലോമയും കൂടെ ആകെ 16 പാരാമെഡിക്കൽ കോഴ്സുകളാണ് LBSലൂടെ ഇപ്പോൾ അപേക്ഷിക്കാവുന്നത്. കേരളത്തിലെ വിവിധ ഗവൺമെന്റ് ആൻഡ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലേക്കാണ് LBSലൂടെ അപേക്ഷിക്കാവുന്നത്. ഫാർമസി, ഹെൽത്ത് ഇൻസ്പെക്ടർ, മെഡിക്കൽ ലാബ് ടെക്നോളജി, റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി ടെക്നോളജി, റേഡിയോളജിക്കൽ ടെക്നോളജി, ഒഫ്താൽമിക് അസിസ്റ്റൻസ്, ഡെന്റൽ മെക്കാനിക്സ്, ഡെന്റൽ ഹൈജിനിസ്റ്റ്, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി, കാർഡിയോവാസ്കുലാർ ടെക്നോളജി, ന്യൂറോ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, എൻഡോസ്കോപ്പിക് ടെക്നോളജി, ഡെന്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റൻസ്, റെസ്പിറേറ്ററി ടെക്നോളജി, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ടെക്നോളജി കോഴ്സ് അല്ലെങ്കിൽ CSST എന്നിവയാണ് 16 പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ. ഈ കോഴ്സുകളെ കുറിച്ചും ഇവ പഠിക്കാനുള്ള യോഗ്യതയും പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. LBS സെന്ററിന്റെ വെബ്സൈറ്റിലൂടെയാണ് ഈ കോഴ്സുകളിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കേണ്ടത്. ഓഗസ്റ്റ് 26 വരെയാണ് സമയം. അപേക്ഷാ ഫീസ് ജനറൽ കാറ്റഗറിക്ക് 400 രൂപയും SC/ST വിഭാഗത്തിന് 200 രൂപയുമാണ്. ഓൺലൈനായി അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഓൺലൈനായി അപ്ലൈ ചെയ്യുമ്പോൾ നിർബന്ധമായും ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഒന്നാമതായി ആവശ്യമുള്ളത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന SSLC സർട്ടിഫിക്കറ്റ് ആണ്. അടുത്തതായി ആവശ്യമുള്ളത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. അപേക്ഷകന്റെ നേറ്റിവിറ്റി പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഇനി ആവശ്യമുള്ളത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന്റെ മാർക്ക് ലിസ്റ്റ് ആണ്. അതായത് നിങ്ങളുടെ +2 ഹയർ സെക്കൻഡറിയുടെ മാർക്ക് ലിസ്റ്റ് ആണ് ആവശ്യമായിട്ടുള്ളത്. അടുത്തതായി സ്പെഷ്യൽ റിസർവേഷൻ എന്തെങ്കിലും നോക്കുന്നവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ്സ് ആവശ്യമാണ്. അതുപോലെ ആവശ്യമുള്ളവർക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇത് പ്രധാനമായിട്ടും റിസർവേഷന് വേണ്ടിയാണ് ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുള്ളത്. 1 വർഷത്തിനുള്ളിലെ ഇൻകം സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യമുള്ളത്. അടുത്തതായി നിങ്ങൾ SC/BC, SC/ST മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണെങ്കിൽ സീറ്റ് റിസർവേഷന് വേണ്ടി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. റവന്യൂ അതോറിറ്റിയിൽ നിന്നുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യം. 3 വർഷത്തിനുള്ളിൽ എടുത്ത കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അടുത്തതായി ബാധകമുള്ളവർക്ക് ഇന്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. നിങ്ങൾ PWD അല്ലെങ്കിൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരികമായ വൈകല്യമുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ എടുത്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഡിസ്ട്രിക്ട് മെഡിക്കൽ ബോർഡിൽ നിന്നുള്ള കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ എടുത്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അടുത്തത് നിങ്ങൾ ഗവൺമെന്റ് സർവീസിലുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് റിസർവേഷന് വേണ്ടി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് ആവശ്യമാണ്. ഇത്രയുമാണ് പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ്. ഇതൊക്കെ അപേക്ഷയോടൊപ്പം തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇതുകൂടാതെ നിങ്ങൾ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ സിഗ്നേച്ചറും അതുപോലെ ഫോട്ടോയും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. റീസെന്റ് എടുത്ത ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് ആവശ്യമായിട്ടുള്ളത്. ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആവശ്യമുള്ളവർക്ക് അപ്ലോഡ് ചെയ്തു എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ ഫൈനൽ കൺഫർമേഷൻ നൽകാൻ പാടുള്ളൂ. അപേക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇനിയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലെ LBS സെന്ററിന്റെ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. കോൺടാക്ട് നമ്പർ LBSന്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ലഭിക്കും. കൂടുതൽ അഡ്മിഷൻ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.